അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഈ കണ്ട വീഡിയോ നമ്മുടെ മഹത്തായ ഇന്ത്യയിൽ ഡെറാഡൂണിലെ ഒരു മക്ബറ സംഖ്യക്കൂട്ടങ്ങൾ തകർത്തു തരിപ്പണമാക്കുന്ന ഒരു വീഡിയോ ആണ് നാം കാണുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ യഥാർത്ഥ ഒരു ഹൈന്ദവ സഹോദരൻ ഒരിക്കലും ഇതിനെ അംഗീകരിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യില്ല എന്ന് യഥാർത്ഥ മുസ്ലിമീങ്ങളായ ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. യഥാർത്ഥ ഒരു ഹിന്ദു ഇങ്ങനെ ഒരു അക്രമ സ്വഭാവത്തിലേക്ക് പോകാൻ ആ ഹിന്ദുവിൻ്റെ നിയമങ്ങൾ മതം അനുവദിക്കില്ല. ഇത് എന്തോ ഒരു തീവ്രമായ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഞങ്ങൾ മാത്രമേ പാടുള്ളൂ എന്ന ഒരു ചിന്തയോടുകൂടി ബാക്കിയുള്ള എല്ലാ മതക്കാരെയും ഈ ഇന്ത്യയിൽ നിന്ന് ഉന്മൂലനം ചെയ്യണം എന്ന ചിന്തയോടുകൂടി ചെയ്യുന്ന ഭീകര പ്രവർത്തനമാണ് ഇത്. ഇത് പറയാനുള്ള കാരണം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ പ്രവാചകന്മാർ, അവരുടെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കന്മാർ, അവരുടെ മക്ബറകൾ അഥവാ ദർഗകൾ അത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിൻ്റെയും കേന്ദ്രങ്ങളാണ്. ആ വിഷയത്തിൽ ഹൈന്ദവരെന്നോ ക്രൈസ്തവരെന്നോ മതമുള്ളവനെന്നോ മതമില്ലാത്തവനെന്നോ വ്യത്യാസമില്ല. എൻ്റെ നാട് ഭീമാപള്ളിയാണ്. ആ ഭീമാപള്ളിയിൽ എത്രയോ ഹൈന്ദവ സഹോദരി സഹോദരന്മാർ നേർച്ചയായിട്ട് വരാറുണ്ട്. ക്രൈസ്തവർ വരാറുണ്ട്, അവരുടെ ധർമ്മങ്ങൾ കൊടുക്കാറുണ്ട്. എന്തിനടക്കം ഇന്ത്യയുടെ സുൽത്താനായ അജ്മീർ ഖാജ തങ്ങളുടെ മക്ബറയിലേക്ക് ചെല്ലാത്ത ഏത് പ്രധാനമന്ത്രിമാരാ ഉള്ളത്? അപ്പോൾ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും മക്ബറ എന്ന് പറയുമ്പോൾ അത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും കേന്ദ്രങ്ങളായിട്ടാണ് മനുഷ്യ സമൂഹം മുഴുവനും മനസ്സിലാക്കിയിട്ടുള്ളത്, സംഘികൾ ഒഴികെ. സംഘികൾ ഈ വിഷയം മാത്രമല്ലല്ലോ, പള്ളി പൊളിക്കുന്നുണ്ട്, ചർച്ചുകൾ പൊളിക്കുന്നുണ്ട്, മതപണ്ഡിതന്മാരെ ആക്രമിക്കുന്നുണ്ട്. അത് ഏത് മതപണ്ഡിതന്മാരാണെങ്കിലും ആക്രമിക്കുന്നുണ്ട്. അതെല്ലാം പൊതുജനങ്ങൾ നല്ലതുപോലെ വീക്ഷിക്കുന്നും ഉണ്ട്. ഏതായിരുന്നാലും പ്രിയപ്പെട്ട ശ്രോതാക്കളോട്, മനുഷ്യരോട്, മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യരോട് പറയുകയാണ്, വിശുദ്ധ ഇസ്ലാം ശാന്തിയുടെ മതമാണ്. ഒരിക്കലും യഥാർത്ഥ ഒരു മുസ്ലിം അമുസ്ലിമായ ഒരു മനുഷ്യന്റെ ഒരു ആരാധനാ വസ്തുക്കളോ അവരുടെ ക്ഷേത്രങ്ങളോ ചർച്ചുകളോ ഒന്നും പൊളിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഒരമുസ്ലിമായ മനുഷ്യന് വേദനയുണ്ടാക്കുന്ന ഒന്നുപോലും ഇവിടെ ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ചത് മുഅ്മിനീങ്ങളുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മുത്തുനബിയെ ഹൈന്ദവ സഹോദരന്മാരും ക്രൈസ്തവ സഹോദരന്മാരും പഠിക്കേണ്ടത് നിഷ്പക്ഷമായി കൊണ്ട് പഠിക്കണം. ആരെങ്കിലൊക്കെ കുറിച്ചു തരുന്ന സംഖ്യകളോ അതുപോലെ തന്നെ ഏതെങ്കിലും പ്രസ്ഥാനക്കാരോ കുറിച്ചു തരുന്ന കുറിപ്പാത്തിലൂടെയല്ല മുഹമ്മദ് നബിയെ കുറിച്ച് പഠിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു ഹദീസ്, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മൻ ലലമ മുആഹിദൻ അവിൻ തഖസഹു ഔ കല്ലഫഹു ഫൗക ത്വാഅതിഹി ഔ അഖദ മിൻഹു ശൈഅൻ ബിഗൈരി തീബി നഫ്സിൻ ഫഅന ഹജീജുഹു യൗമൽ ഖിയാമ. ഇസ്ലാമിക രാജ്യം ഉള്ള ഒരു സ്ഥലത്ത് അവിടെ താമസിക്കുന്ന അമുസ്ലിമീങ്ങളായ മനുഷ്യന്മാരെ ആരെങ്കിലും ആക്രമിച്ചാൽ അവന്റെ സമ്മതപ്രകാരമല്ലാതെ അവന്റെ വീടോ അവന്റെ മുതലോ ഏതെങ്കിലും മുസ്ലിം അപഹരിച്ചു കഴിഞ്ഞാൽ നാളെ പാരത്രിക ലോകത്ത് പരലോകത്ത് അപഹരിച്ച മുസ്ലിമിന് എതിരായിട്ട് ഞാൻ നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് നബിയുടെ പ്രഖ്യാപനമാണ്. ഇസ്ലാമിക രാജ്യം നടക്കുന്ന സ്ഥലത്ത് അവിടെ അമുസ്ലിമീങ്ങൾ പാർക്കുന്നുണ്ടെങ്കിൽ ആ പാർക്കുന്ന അമുസ്ലിമിനെതിരായിട്ട് ഏതെങ്കിലും മുസ്ലിം അക്രമം അഴിച്ചുവിട്ടാൽ, അവന്റെ സ്വത്തുക്കൾ പിടിച്ചടക്കിയാൽ അവനെതിരിൽ ഞാൻ പാരത്രിക ലോകത്തു വരുമെന്ന് മുഅ്മിനീങ്ങളോട്, സത്യവിശ്വാസികളോട്, മുസ്ലിമീങ്ങളോട് പഠിപ്പിച്ചത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുഹമ്മദ് നബിയുടെ ജീവിതം മുഴുവനും സമാധാനമാണ്. ഒരാളും ഒരാളെയും ആക്രമിക്കാൻ പാടില്ല. ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാലക്കും ഹറാമുൻ അലൈക്കും. നിങ്ങളുടെ ചോരകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പത്തുകൾ, നിങ്ങളുടെ അഭിമാനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചു ചീന്താൻ പാടില്ല എന്ന പാഠം ലോകത്തിന്, മാനവ സമൂഹത്തിന് കൈമാറിയ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായിരുന്നാലും
ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സംഘികളുടെ വീഡിയോകൾക്കൊന്നും ഞാൻ മറുപടി കൊടുക്കാറില്ല. കാരണം അവരുടെ വിവരം എത്രത്തോളം ഉണ്ടെന്ന് ലോക ജനതക്ക് മുഴുവനും അറിയാം. ഈ വീഡിയോക്ക് ഞാനൊരു മറുപടിയായിട്ട് വരാനുള്ള കാരണം, ഈ വീഡിയോയുടെ കമന്റിൽ സുബ്ഹാനല്ലാഹ് മുസ്ലിം നാമധാരികൾ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ചില വിഭാഗക്കാർ, അഥവാ ഞങ്ങളവരെ പറയുന്നത് മുജാഹിദ് സലഫി വിഭാഗക്കാർ, ആ മുജാഹിദ് സലഫി വിഭാഗക്കാർ വന്നിട്ട് പറയാണ്, ഇത് ചെയ്തത് നല്ല കാര്യമാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരു മുസ്ലിമായ ഒരു വലിയന്റെ മക്ബറ തകർക്കുമ്പോ അവിടെ ഒരു മുസ്ലിമായ മനുഷ്യൻ വിവരമില്ലാത്തതിന്റെ പേരിൽ ഞാൻ പേറി നടക്കുന്ന പ്രസ്ഥാനമാണ് സത്യം എന്ന് തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ അയാൾ കൊടുക്കുന്ന ഒരു കമന്റ്, ആ കമന്റിന്റെ തൊട്ടു താഴെ ഒരു അമുസ്ലിം സഹോദരനും കൊടുക്കുന്ന കമന്റ് ഒന്ന് വായിച്ചു നോക്കൂ. സ്ക്രീനിൽ കാണാം. ഒരു മുസ്ലിമായ മനുഷ്യൻ കൊടുക്കുന്ന കമന്റും അതിന്റെ തൊട്ട് താഴെ യഥാർത്ഥ ഒരു ഹൈന്ദവ സഹോദരൻ, സംഘിയല്ലാത്ത ഒരു ഹൈന്ദവ സഹോദരനും കൊടുക്കുന്ന കമന്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇസ്ലാം ദീനിലുള്ള ഭീകരന്മാരാണ് വഹാബികൾ. സംഘികൾ എന്ന് പറഞ്ഞാൽ ഹൈന്ദവ മതത്തിൽ ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞു നടക്കുന്ന ആ ഹിന്ദു മതത്തിലുള്ള ഭീകരന്മാരാണ് സംഘികൾ എന്നതുപോലെ ഞങ്ങൾ യഥാർത്ഥ മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഇസ്ലാമിലുള്ള ഭീകരന്മാരാണ് വഹാബികൾ. കാരണം ഈ ജാറം പൊളിക്കുക എന്നുള്ളത് വഹാബികളുടെ അഥവാ സലഫികളുടെ നേതാവിന്റെ സ്വഭാവമാണ്. ആക്രമിക്കുക എന്നുള്ളത് ആ സലഫികളുടെ നേതാവിന്റെ സ്വഭാവമാണ്. ഈ വഹാബികൾ യഥാർത്ഥ മുസ്ലിമീങ്ങളല്ല. ഏതുപോലെ ഈ സംഘികൾ യഥാർത്ഥ ഹൈന്ദവരല്ലാത്തതുപോലെ തന്നെ ഈ വഹാബികളെ കുറിച്ചും യഥാർത്ഥ മുസ്ലിമീങ്ങളാണെന്ന് പറയാൻ പറ്റൂല. കാരണം അവർ പൊളിക്കണം, ജാറങ്ങൾ പൊളിക്കണം എന്ന് പറയുന്നവരാ. വിവരം തൊട്ട് തീണ്ടിയിട്ടില്ല. ഈ കാണുന്ന വീഡിയോ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ആ വീഡിയോയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറം വ്യക്തമായിട്ട് കാണാം. പിന്നെന്തിനാണ് ഈ വഹാബികൾ മദീനത്തേക്ക് പോകുന്നത്? എന്തിനാ നിങ്ങൾ മദീനത്തേക്ക് പോകുന്നത്? ഏതെങ്കിലും സംഘികൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ജാറം പൊളിക്കുമ്പോ, ആ പൊളിച്ച വീഡിയോ പുറത്തേക്ക് വരുമ്പോ അതിന്റെ താഴെ വന്നുകൊണ്ട് ദർഗകൾ ഇസ്ലാമികമല്ല എന്ന് ആര് പറഞ്ഞു? നിങ്ങൾ ഏത് ഇസ്ലാമിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്? ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ യഥാർത്ഥ ഇസ്ലാം പഠിപ്പിച്ച നേതാവ്? ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറം നോക്കൂ, കണ്ണു തുറന്നുകൊണ്ട് നോക്കൂ. മതയുക്തിവാദികളായ വഹാബികളെ വ്യക്തമായി കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമായ ജാറത്തിന്റെ എടുപ്പുകൾ, അഥവാ സലാം പറയുന്ന സ്ഥലത്ത് മുവാജഹത്തു ഷരീഫ, അവിടെയുള്ള ദ്വാരത്തിലൂടെ നോക്കുമ്പോൾ മുത്തുനബിയുടെ ആ കർട്ടൻ ഇങ്ങനെ തള്ളി നിൽക്കുന്നത് അത് പൊക്കി കെട്ടിയതാ. അതിന്റെ പേരാ ജാറം. മുത്തുനബിയുടെ ഖബറിന്റെ മുകളിലും ജാറമുണ്ട്. അപ്പൊ മുത്തുനബിയുടെ ഖബറിന്റെ മുകളിലുള്ളത് പോലും അത് ഇസ്ലാമികമല്ലെങ്കിൽ പിന്നെ ഏതാ ഇസ്ലാമികം? നിങ്ങൾ ആരിൽ നിന്നാണ് ഇസ്ലാം പഠിച്ചത് വഹാബികളെ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഭീകര പ്രവർത്തനം താണ്ടിയിട്ടില്ല, ഭീകര പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ലേ? ലോകത്ത് ദർഗകൾ പൊളിച്ച്, പള്ളികൾ പൊളിച്ച്, അതുപോലെ തന്നെ മഹത്തുക്കളായ ഇമാമിയങ്ങളെ കൊന്നു തള്ളിയ നേതാവല്ലേ നിങ്ങളുടെ നേതാവ്? അതുകൊണ്ടാണ് സംഘികൾ പൊളിക്കുമ്പോ അവരുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് നിങ്ങൾ കമന്റ് അടിക്കുന്നത് നല്ല കാര്യമാണ്. വേറെ ഒരു വിവരമില്ലാത്ത മൗലവി ഇതേ വീഡിയോയുടെ താഴെ വന്നിട്ട് പറയുകയാണ്, ഇത് രണ്ട് മതവിഭാഗങ്ങൾക്കും പാഠമുണ്ട്, അഥവാ ഹൈന്ദവർക്കും പാഠമുണ്ട്, സുന്നികളായ നമുക്കും പാഠമുണ്ട്. എന്തേ? ആ ഖബറിൽ കിടക്കുന്ന ആൾക്ക് കഴിവുണ്ടെങ്കിൽ ഈ പൊളിക്കാൻ വരുന്ന സംഘികളെ തടഞ്ഞുകൂടെ എന്നാ ചോദിക്കുന്നത്. അതാണ് മതയുക്തിവാദികൾ എന്ന് ഞങ്ങൾ ഇവരെ വിളിക്കാനുള്ള കാരണം. ഈ കമന്റ് വായിച്ചു നോക്കൂ. ഈ കമന്റ് വായിച്ചിട്ട് ഈ ചങ്ങാതിയിലെടുത്ത് ഒരു ഹൈന്ദവ സഹോദരനോ ഒരു നിരീശ്വരവാദിയോ വന്നിട്ട് ചോദിക്കുകയാണ്, എന്ത്? സംഘികൾ പള്ളിയും പൊളിക്കാറുണ്ടല്ലോ, ആ പള്ളി പൊളിക്കുന്ന സമയത്ത് പള്ളി ആരുടേതാ? അള്ളാഹുവിൻ്റേത്. അപ്പൊ അള്ളാഹുവിന് കഴിവില്ലേ എന്ന് ചോദിച്ചാൽ ഈ വിവരമില്ലാത്ത ഈ സലഫി എന്ത് മറുപടിയാ കൊടുക്കുക? അതാണ് മതയുക്തിവാദികൾ. സംഘികളെ പോലെ തന്നെയാണ് തീവ്രവാദികളായ വഹാബികൾ. അവർ ജാറങ്ങൾ പൊളിക്കുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെയും അമ്പിയാക്കന്മാരുടെയും ജാറങ്ങൾ കയ്യിൽ കിട്ടിയാൽ അവർ പൊളിച്ച് തരിപ്പണമാക്കും. അതിരസകരമായ ഒരു വിഷയം കൂടി ഞാൻ പറയട്ടെ. സ്ക്രീനിൽ നോക്കൂ. ആ കാണുന്നത് ഇബ്നു തൈമിയ്യ എന്ന ഇവരുടെ ആചാര്യൻ, ഇവരുടെ തലതൊട്ടപ്പൻ നേതാവ്. ആ തലതൊട്ടപ്പൻ നേതാവിന്റെ മഖ്ബറയാണ്, ദർഗയാണ്, ജാറമാണ് കാണുന്നത്.
പറയുന്നതൊന്ന്, പ്രവർത്തനം വേറെ. ആദ്യം അത് പോയിട്ട് പൊളിച്ചിട്ട് വാ. ദമസ്കസിലില്ലേ ഇബ്നു തൈമിയുടെ ജാറം കണ്ടോ? ആ ജാറം പോയിട്ട് പൊളിച്ചിട്ട് വാ. പിന്നെ ജാറം അനിസ്ലാമികമാണോ ഇസ്ലാമികമാണോ അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജാറം പൊക്കിയിട്ടുണ്ട്. അത് ഇസ്ലാമികം തന്നെ. ശാന്തിയുടെയും സമാധാനത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും കേന്ദ്രമാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും ജാറങ്ങൾ. അതുകൊണ്ട് സംഘികളും തീവ്രവാദികളായ വഹാബികളും അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും ജാറങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ല. നിങ്ങൾ എന്തൊക്കെയോ പഠിച്ചു, അത് അനിസ്ലാമികമാണ്, ദർഗകൾക്ക് സ്ഥാനമില്ല എന്ന് നിങ്ങളെ നേതാക്കന്മാർ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ നടക്കുന്നു എന്നല്ലാതെ നിങ്ങൾക്ക് പൂർവ്വസൂരികളായ ഇമാമീങ്ങളെയോ അവരെ അംഗീകരിക്കുന്ന ഒരു പാരമ്പര്യമോ നിങ്ങൾക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രത്തോളം ഭീകര പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഈ പുത്തനാശയക്കാരനെ ശർറിനെ തൊട്ട് നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.